പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറെന്ന് പ്രതിപക്ഷ നേതാവ്. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും സതീശൻ പ്രതികരിച്ചു. ലൈഫ് മിഷൻ, വിഴിഞ്ഞം തുറമുഖം, ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് പ്രതികരണം. ശബരിമലയിലെ സ്വർണം കട്ടവരെ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ ആരും സ്വീകരിച്ചിട്ടില്ലാത്ത നടപടി കോൺഗ്രസ് സ്വീകരിച്ചെന്നും വി ഡി സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, മറുപടി ഉണ്ടെന്നാണ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷം പറയുന്നത്. എന്തൊക്കെയാണ് ആ പോസ്റ്റിലുള്ളത്? എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പ്രതിപക്ഷം നേരിടുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുകയാണ് വി ഡി സതീശൻ. രണ്ടാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി വി ഡി സതീശൻ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ അയച്ചിട്ടുള്ള ആ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത്, ശബരിമലയിൽ നിന്ന് സ്വർണം കട്ട കേസിൽ അങ്ങയുടെ 2 സഖാക്കൾ ജയിലിലാണെന്ന കാര്യം അങ്ങയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞാണ് വി ഡി സതീശന്റെ ഈ മറുപടി ആരംഭിക്കുന്നത് തന്നെ. അതായത്, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത നടപടികൾക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് ചില നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നതെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി. അതിനാണ് ആദ്യം വി ഡി സതീശൻ മറുപടി പറയുന്നത്. അന്തസ്സോടെ എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്തരത്തിൽ കരുത്തുറ്റ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. തങ്ങളുടെ പാർട്ടിയിൽ എത്ര ആളുകൾ ഇത്തരത്തിൽ ആക്ഷേപത്തിനിരയായവരുണ്ട് എന്ന് മുഖ്യമന്ത്രി ഓർമ്മിക്കുന്നത് നല്ലതാണ്. ശബരിമലയിൽ സ്വർണം കെട്ട 2 പേർ ജയിലിൽ കിടക്കുന്നു. ഒപ്പം ആദ്യ പിണറായി മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ കാട്ടിയ വിക്രിയകൾ അങ്ങ് മറന്നുപോയോ എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട്. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട 2 പേർ ഇപ്പോഴും അങ്ങേക്കൊപ്പമുണ്ട് എന്ന കാര്യം മറക്കരുത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പൂർവ്വകാല ചരിത്രം മറക്കരുതെന്നുകൂടി വി ഡി സതീശൻ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അങ്ങ് MLA സ്ഥാനം നൽകിയ ഒരാൾ, ഒരു ചലച്ചിത്ര സംവിധായകൻ, അയാൾക്കെതിരെ ലഭിച്ച പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്ര ദിവസം പൂഴ്ത്തിവെച്ചു? എന്തുകൊണ്ടാണ് ആ പോലീസിന് ആ പരാതി കൈമാറാൻ അങ്ങയുടെ ഓഫീസ് ഇത്രയും ദിവസം എടുത്തത് എന്ന ചോദ്യം കൂടി ആ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട് വി ഡി സതീശൻ. ഒപ്പം വിഴിഞ്ഞമടക്കം, ക്ഷേമ പെൻഷൻ അടക്കം, കേരളയിലടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്നു എന്നായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ തന്നെ പേരെടുത്ത് പറഞ്ഞാണ് ഇത്തരം ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. അതിനും വി ഡി സതീശൻ ഓരോന്നിനായി മറുപടി പറയുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആണ് വി ഡി സതീശന്റെ ആദ്യ മറുപടി. അതായത്, വിഴിഞ്ഞം പദ്ധതിയിൽ കൊണ്ടുവന്നത് UDF സർക്കാരാണ്. അന്ന് ആ പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാപകമായ അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചില്ലേ എന്ന ചോദ്യമാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ അതിന്റെ തറക്കല്ലിടുന്ന ദിവസം കടൽ കൊള്ള എന്ന് ആക്ഷേപിച്ചവരാണ് LDFകാർ, CPMകാർ എന്ന് മറക്കരുതെന്ന് വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് പിന്നീട് വന്ന പിണറായി സർക്കാർ വിഴിഞ്ഞത്ത് അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായി ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ കമ്മീഷനാക്കി വെച്ചിരുന്നു. ആ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള അഴിമതി നടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന് തുരങ്കപാതയാണ്. തുരങ്കപാതയെ താൻ ഒരിക്കലും എതിർത്തിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. വയനാട്ടിലടക്കം അതിഭീകരമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരു പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെ ഇത്തരത്തിൽ ഒരു തുരങ്കപാത നിർമ്മിക്കാനുള്ള നീക്കത്തെയാണ് താൻ എതിർക്കുന്നതെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഒപ്പം ഇതേ ആശങ്ക തന്നെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടും താൻ ഉന്നയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ, അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കാതെ എന്ത് വികസനമാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. മാത്രമല്ല, ആ നിലപാടിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന്, LDF സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കുകയും മാത്രമല്ല മാസങ്ങളായി മുടങ്ങിക്കിടന്ന പെൻഷൻ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് 2 ഗഡു നൽകുകയും ചെയ്തിട്ട് മേൽമ പറയാൻ നിൽക്കരുത്. അത് ഒരു കാരണവശാലും ജനം അംഗീകരിക്കില്ലെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മറ്റൊന്ന് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദേശീയപാതയ്ക്ക്
സ്ഥലമേറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികൾ തുടങ്ങി വെച്ചത് UDF സർക്കാരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വി ഡി സതീശൻ. മാത്രമല്ല ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ഇത് തങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും. കഴിഞ്ഞ ദിവസം കൊല്ലത്തടക്കം ദേശീയപാത തകർന്നു, വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. ദേശീയപാതയിൽ മരണക്കെണിയായി ദേശീയപാത മാറുമ്പോഴും അവിടെ കേന്ദ്ര മന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഉപഹാരങ്ങളുമായി പോവുകയാണ്. അതിനപ്പുറത്തേക്ക് വിമർശിക്കാൻ കേന്ദ്രമന്ത്രിയെയോ നിതിൻ ഗഡ്കരിയോ ഒപ്പം സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ വിമർശിക്കാൻ പിണറായിയും മുഹമ്മദ് റിയാസും തയ്യാറാവുന്നില്ല. ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് വി ഡി സതീശന്റെ മറുപടി. അതിനൊപ്പം അദ്ദേഹം ഈ വിഷയങ്ങളിൽ ഒരു തുറന്ന സംവാദത്തിന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം, അവിടെ താൻ വരാം, എന്നിട്ട് നമുക്ക് ചർച്ച നടത്താം, സംവാദങ്ങളിലൂടെയാണ് രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒളിച്ചോടുകയല്ല വേണ്ടത്, സംവാദത്തിന് തയ്യാറാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേരളത്തിലെ 19 UDF MPമാരെയും മുഖ്യമന്ത്രി സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. പിന്നാലെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് സംവാദത്തിന് ക്ഷണിക്കുന്നത്. ശരി സുനിൽ.